മമ്മൂക്കയുടെ ഭീഷ്മപർവ്വം എന്ന ചിത്രത്തിന്റെ ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിന് ശേഷം ചിത്രത്തിന്റെ സംവിധായകനായിട്ടുള്ള അമൽ നീരദ് ഏറ്റവും പുതിയ സംവിധാനം ചെയ്ത് ഒരുക്കിയിട്ടുള്ള ഒരു ചിത്രമാണ് ബൊഗെയിൻ വില്ല എന്ന ചിത്രം. ഫഹദും ചാക്കോച്ചനുമൊക്കെയാണ് ഈ ഒരു ചിത്രത്തിൽ പ്രധാന വേഷങ്ങളായി എത്തുന്നത്. ചിത്രത്തിന്റെ സെൻസറിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. സെൻസർ ബോർഡിൽ നിന്ന് US സർട്ടിഫിക്കറ്റ് ആണ് ചിത്രത്തിന് നേടാൻ സാധിച്ചിട്ടുള്ളത്. ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ നാളെ വൈകുന്നേരം 6 മണിക്ക് പുറത്തിറങ്ങുമെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ചിത്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള ക്യാരക്ടർ പോസ്റ്ററാണ് പുറത്തിറക്കിക്കൊണ്ടിരിക്കുന്നത്. അജിത് നായകിനെ ഇനി വരാനിരിക്കുന്ന ഏറ്റവും പുതിയ 2 ചിത്രങ്ങളാണ് വിടാമുയർച്ചയും ഗുഡ് ബാഡ് ഗൈ എന്ന ചിത്രവും. വിടാമുയർച്ച ചിത്രം അടുത്ത വർഷം പൊങ്കലിന് തിയേറ്ററിലേക്ക് റിലീസിനെത്തുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. കൂടാതെ തന്നെ ഗുഡ് ബാഡ് ഗൈ എന്ന ചിത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു ചിത്രം അടുത്ത വർഷം സമ്മറിനായിട്ടാണ് റിലീസിനെത്തുന്നത്. അതായത് ഏകദേശം ഒരു മെയ് മാസത്തിലൊക്കെ ചിത്രം തിയേറ്ററിലേക്ക് റിലീസിനെത്തുമെന്ന് കൺഫേം ആയിരിക്കുകയാണ്. സൂര്യനായകനെ ഇനി വരാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് അദ്ദേഹത്തിന്റെ 45ാമത്തെ ചിത്രം. RJ ബാലാജി ആയിരിക്കും ഈ ഒരു ചിത്രം സംവിധാനം ചെയ്ത് ഒരുക്കുക എന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ്. ഈ ഒരു ചിത്രത്തിന് വേണ്ടി ഗാനങ്ങൾ തയ്യാറാക്കാൻ പോകുന്നത് AR റഹ്മാൻ ആയിരിക്കുമെന്ന് ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ്. ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഈ വരുന്ന നവംബർ മാസം മുതൽ തുടങ്ങുമെന്നും കൺഫേം ആയിരിക്കുകയാണ്. ടോവിനോ തോമസ് നായകനെ തിയേറ്ററിലേക്ക് റിലീസിനെത്തിയിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു ARM അല്ലെങ്കിൽ അജയന്റെ 2ാം മോഷണം എന്ന ചിത്രം. ചിത്രത്തിന് വളരെ മികച്ച റെസ്പോൺസ് തിയേറ്ററിൽ നിന്ന് നേടിയെടുക്കാൻ സാധിച്ച് തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയിട്ടുണ്ടായിരുന്നു. ചിത്രത്തിന്റെ ഭാഗത്തുനിന്ന് 100 കോടി ക്ലബിൽ ഇടം പിടിച്ചെന്നുള്ള ഒഫീഷ്യൽ പോസ്റ്ററും റിലീസിന് എത്തിച്ചിട്ടുണ്ടായിരുന്നു. ചിത്രം ഏകദേശം 25 ദിവസം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. എന്നാലും ചിത്രത്തിന് ഏകദേശം 1 കോടി രൂപയ്ക്ക് അടുത്തോളം കേരള ബോക്സ് ഓഫീസിൽ തന്നെ കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചിരിക്കുകയാണ്. ജൂനിയർ NTR നായകനെ തിയേറ്ററിലേക്ക് റിലീസിനെത്തിയിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു ദേവര എന്ന ചിത്രം. ചിത്രത്തിന് വളരെ മികച്ച റെസ്പോൺസ് നേടാൻ സാധിച്ചില്ലെങ്കിലും വളരെ മികച്ച കളക്ഷൻ ആയിരുന്നു നേടാൻ സാധിച്ചിട്ടുള്ളത്. ഒരു മിക്സഡ് റെസ്പോൺസ് കിട്ടിയിട്ടും ചിത്രം ഇപ്പോൾ തന്നെ വേൾഡായിട്ട് 466 കോടി രൂപയ്ക്കുള്ള ഗ്രോസ് കളക്ഷൻ സ്വന്തമാക്കിയിരിക്കുകയാണ്. എങ്ങനെയാണെങ്കിൽ ചിത്രം ഉടനെ തന്നെ 500 കോടി ക്ലബിൽ ഇടം പിടിക്കുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. സൂര്യനായകൻ ഇനി പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് അദ്ദേഹത്തിന്റെ 44ാമത്തെ ചിത്രമായ സൂര്യ 44 എന്ന ചിത്രം. കാർത്തിക് സുബ്രാജാണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. നമ്മുടെ മലയാളത്തിലുള്ള ജോജി ജോർജ് ഒക്കെ ഈ ഒരു ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. ചിത്രം അടുത്ത വർഷമായിരിക്കും തിയേറ്ററിലേക്ക് റിലീസിനെത്തുക. ആസിഫ് അലി നായകനെ പുറത്തിറങ്ങിയിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു കിഷ്കിന്ധ ഗണ്ഡം എന്ന ചിത്രം. ചിത്രം ലോ ഹൈപ്പിൽ തിയേറ്ററിലേക്ക് റിലീസിനെത്തി വേൾഡുവൈഡായിട്ട് 75 കോടി രൂപയ്ക്ക് മുകളിൽ ഇപ്പോൾ ഗ്രോസ് കളക്ഷൻ സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. എന്തായാലും തിയേറ്ററിൽ ഈ ഒരു ചിത്രം വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ വിജയം തന്നെയായി മാറിയിരിക്കുകയാണ്. രജനീകാന്ത് നായകനെ പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് വേട്ടയൻ എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ഒക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ചിത്രത്തിന്റെ തമിഴ്നാട്ടിൽ നിന്ന് അഡ്വാൻസ് ബുക്കിംഗ് വഴി തന്നെ ഏകദേശം 6 കോടി രൂപയ്ക്ക് മുകളിൽ ഗ്രോസ് കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 1 കോടി രൂപയ്ക്ക് അടുത്തോളം നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ചിത്രം വരുന്ന ഒക്ടോബർ 10 വേൾഡുവൈഡായിട്ട് തിയേറ്ററിലേക്ക് റിലീസിനെത്തുന്നത്. മമ്മൂക്കയുടെ വടക്കൻ വീരഗാഥ എന്ന ചിത്രം റീ റിലീസായി 4K വീണ്ടും തിയേറ്ററിലേക്ക് റിലീസിനെത്താൻ പോവുകയാണ്. ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ ഇപ്പോൾ റിലീസിന് എത്തിച്ചിട്ടുണ്ട്. സൂര്യനായകനെ പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് കങ്കുവ എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ച് ഈ വരുന്ന ഒക്ടോബർ 20 നടക്കുമെന്ന് കൺഫേം ആയിരിക്കുകയാണ്. ചിത്രത്തിന്റെ സെക്കൻഡ് സിംഗിളും ഉടനെ തന്നെ പുറത്തിറങ്ങും. വരും വീക്കുകളിൽ തന്നെ ചിത്രത്തിന്റെ പ്രൊമോഷൻസ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. ചിത്രത്തിന്റെ ഒരു പുതിയൊരു ട്രെയിലർ ഈ വരുന്ന നവംബർ 1 വീക്ക് പുറത്തിറങ്ങുമെന്ന് കൺഫേം ആയിരിക്കുകയാണ്. ഈ ഒരു ചിത്രത്തിന്റെ ഫസ്റ്റ് ഡേയിലെ ഫസ്റ്റ് ഷോ കേരളത്തിൽ നടക്കാൻ പോകുന്നത് വെളുപ്പിന് 4 മണിക്കായിരിക്കുമെന്ന് കൺഫേം ആയിട്ടുണ്ട്. ചിത്രം വരുന്ന നവംബർ 14 തിയേറ്ററിലേക്ക് റിലീസിന് പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയൊരു വയലൻസ് ചിത്രം തന്നെയാണ് മാർക്കോ എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിന്റെ റിലീസിനെ പറ്റിയുള്ള അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. ചിത്രം വരുന്ന ക്രിസ്മസ് റിലീസായി തിയേറ്ററിലേക്ക് റിലീസിനെത്തുമെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത്. ജയിലർ എന്ന ചിത്രത്തിന്റെ ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിന് ശേഷം ചിത്രത്തിന്റെ സമയത്തുള്ള നെൽസൺ ഏറ്റവും പുതിയ സംവിധാനം ചെയ്ത് ഒരുക്കാൻ പോകുന്നത് NTRന് വേണ്ടി ഒരു ചിത്രമായിരിക്കും എന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത്. ജയിലർ ചിത്രത്തിന്റെ 2ാം ഭാഗത്തിന് ശേഷമായിരിക്കോ അല്ലെങ്കിൽ അതിന് മുമ്പായിരിക്കോ എന്നുള്ള ഒരു ക്ലിയർ അപ്ഡേറ്റ് ഇതുവരെയായിട്ടും പുറത്തിറങ്ങിയിട്ടില്ല. ലാലേട്ടന്റെ കരിയറിൽ തന്നെ വലിയൊരു വിജയം നേടിക്കൊടുത്ത ചിത്രം തന്നെയായിരുന്നു പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് ഒരുക്കിയിട്ടുള്ള എമ്പുരാൻ എന്ന ചിത്രം. ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആണ് ഇപ്പോൾ നിലവിൽ നടന്നു പോകുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ 7th ഷെഡ്യൂൾ ആയിരുന്നു ഗുജറാത്തിൽ വെച്ച് ചിത്രീകരണം അവസാനിച്ചത്. ഇപ്പോൾ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ചിത്രീകരണം ഹൈദരാബാദിൽ വെച്ച് തുടങ്ങാൻ പോകുന്നുണ്ടെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഇപ്പോൾ ഏകദേശം 100 ദിവസത്തോളം പിന്നിട്ടിരിക്കുകയാണ്. ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് അടുത്ത വർഷം മാർച്ച് 28 റിലീസിനെത്താനിരിക്കുന്നത്. കൂടാതെ ഇപ്പോൾ വരുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ പ്രകാരം നെസ്ലിന്റെ ആലപ്പുഴ ജിങ്കാന എന്ന ചിത്രവും അടുത്ത വർഷം മാർച്ച് 28 തന്നെ ഈ ഒരു ചിത്രത്തിന്റെ ക്ലാഷ് റിലീസായി എത്തുമെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറങ്ങുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത്. എമ്പുരാൻ ചിത്രത്തിന് വലിയൊരു ഹൈപ്പ് തന്നെയാണ് ഉള്ളത്. കൂടാതെ നെസ്ലിന്റെ ജിങ്കാന എന്ന ചിത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിലും നെസ്ലിന്റെ കരിയറിലെ തന്നെ വലിയൊരു ആക്ഷൻ ചിത്രത്തിനാണ് ജിങ്കാന. കൂടാതെ ഖാലിദ് റഹ്മാൻ തലുമാല ചിത്രത്തിന് ശേഷം സംവിധാനം ചെയ്ത് ഒരുക്കുന്ന ചിത്രം കൂടിയാണ്. എന്തായാലും ഇപ്പോൾ വരുന്ന അപ്ഡേറ്റുകൾ പ്രകാരം ആലപ്പുഴ ജിങ്കാന എന്ന നെസ്ലിന്റെ ചിത്രവും ലാലേട്ടൻ എമ്പുരാൻ എന്ന ചിത്രം ക്ലാഷ് റിലീസായി എത്തുമെന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത്. എന്തായാലും ചിത്രത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റിനായി കാത്തിരിക്കുക.